ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ പോകണം. നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയയിലൊക്കെ KCBക്കാർ എന്ത് പണി ചെയ്യുമ്പോഴെന്ന് നോക്കണം. KCB അല്ല, ഇപ്പോൾ വേറെ എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും വർക്കുകൾ ചെയ്യുമ്പോൾ നോക്കിയേക്കണം. എന്താണെന്ന് വെച്ചാൽ ഒരു അബദ്ധം കാണിച്ചിട്ട്, അബദ്ധം എന്ന് പറയാൻ പറ്റില്ല, ഇവർ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ്. ഒരിക്കലും അവർക്ക് അബദ്ധം പറ്റിയെന്ന് എനിക്ക് യാതൊരു വിധത്തിലും ചിന്തിക്കാൻ പറ്റില്ല. കാരണം അവർ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കിൽ അങ്ങനെ ഒരു അബദ്ധം വരില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ഓഗസ്റ്റ് 23-നാണ് എനിക്ക് ഓണം. അപ്പോൾ ഓണത്തിന് മുന്നേ, അതായത് 2025 ഓഗസ്റ്റ് 23-ന് എൻ്റെ വീടിൻ്റെ പ്ലോട്ടിൻ്റെ ഇപ്പുറത്തായിട്ട് കൊണ്ടുവന്നിട്ട് KCB ഇടാം. അത് ഇന്നേ വരെ അവിടെ പോസ്റ്റ് ഇല്ലാത്തൊരു സ്ഥലം വരുന്നുണ്ട്. അതാണ് രസം. അവിടെ ഒരു പോസ്റ്റ് ഇട്ട് അതൊരു 2-2.5 മീറ്ററോട്ട് ഗ്യാപ്പ് അങ്ങോട്ട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആർക്കും ശല്യമില്ലാണ്ട് ഭംഗിയായിട്ട് കിടന്നാണ്. ഇതിപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അത് മാറ്റണമെങ്കിൽ ഇനി ഞാൻ എൻ്റെ കയ്യിലെ കാശ് മുടക്കി മാറ്റണം. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ഞാൻ ജോലിക്ക് പോയേക്കണായിരുന്നു. ഞാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് അവർ കാഴ്ച കാണുന്നത്. വന്നപാടെ ഞാൻ ചോദിച്ചു. അപ്പോഴും ഞാൻ ഓർത്ത് ഇവിടെ ആരും ഉണ്ടായില്ല, ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഞാനത് കഴിഞ്ഞിട്ട് വീട്ടിൽ കയറിയപ്പോൾ അമ്മ പറയണം, അമ്മ ഇത് സൂചിപ്പിച്ചതാണ്, എന്നിട്ട് അവർ അവിടെ തന്നെ ഇട്ടിട്ട് പോയി. അപ്പോൾ ഇവർ ഇങ്ങനെയാണ് കാശ് ഉണ്ടാക്കണം. നിങ്ങളൊക്കെ പണിയെടുത്തിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പെണ്ണുമ്പിള്ളക്കും മക്കൾക്കൊക്കെ കാശ് കൊണ്ട് കൊടുക്കണം ഇങ്ങനെയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അല്ലെ, ഒരു സ്ഥലത്ത് അങ്ങനെ ചെയ്യരുത്. അത് കണ്ടറിയാം. അതിൻ്റെ അകത്ത് അവിടെ നിൽക്കണ സാറിനെ ബോധ്യപ്പെട്ടിട്ട് അദ്ദേഹം പറയേണ്ടത് ഞാൻ അറിയാനുള്ള അറിഞ്ഞിരുന്നില്ല. അത് തെറ്റാണ്. കാരണം അദ്ദേഹം അവിടെ നോക്കാൻ വേണ്ടി നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാൻ ബാക്കി ഞാൻ പറയാം. അല്ല, ഞാൻ ആലോചിക്കണായിരുന്നു, നോക്കി 2 കോമ്പൗണ്ടാണ് നടുക്ക് പോസ്റ്റ് ഇട്ടെങ്കിൽ എന്ത് ഗുണമുണ്ടാവും? ഇവിടെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതല്ല ഞാൻ പറഞ്ഞ അവിടെ ഇട്ടെങ്കിൽ കുറച്ച് ചിന്തിച്ചാലേ. അല്ല, ഇത്ര നാളെ നോക്കിയേ, ഇത്രയും ഗ്യാപ്പുണ്ടായിട്ട് ഇത്രയും കൊല്ലുമില്ലാത്ത പ്രശ്നമാണ് ചേട്ടൻ ഇപ്പൊ പറഞ്ഞത്. അതിൽ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അല്ല ചേട്ടാ, സെന്റർ പറഞ്ഞ സ്ഥിതിക്ക് ഇവിടുന്ന് ഇത്രയും വരെ ഇതുവരെ ഇത്രയും കൊല്ലം പോസ്റ്റ് ഉണ്ടായില്ല. അപ്പൊ ചെയ്യുമ്പോ ഇച്ചിരി അല്ല അങ്ങനെ ചിന്തിക്കുമ്പോ ഒരു ഇത്തിരി സെന്റർ മാറി കുഴപ്പമില്ല. അല്ല, ഞാൻ ഇവിടെയാണ് ജനിച്ചു പോകുന്നത്, എനിക്കറിയാം. അല്ല, ഞാൻ പറഞ്ഞത് അവിടെ ഇട്ടാ ആ കോമ്പൗണ്ടിനെ ശല്യം ചെയ്യണില്ല, മനസ്സിലായോ? അത് കുഴപ്പമില്ല. ഇതെന്തിനാ സാറ് പോയാ സാറിനോട് കാണിക്കാം. ആരോട് പറയാ? ചോദിച്ചു ചേട്ടാ, അത് കുഴിച്ചപ്പോ പറഞ്ഞാണ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം നോക്കുമെന്ന് അമ്മ പറഞ്ഞായിരുന്നാ? ചേട്ടനോടല്ലേ പറഞ്ഞ ഈ മൂലക്ക് ഇട്ട. അല്ല, പറഞ്ഞെങ്കിൽ ഒന്ന് ചിന്തിക്കായിരുന്നു. ഞാനോടത്ത് നിങ്ങൾക്ക് അറിവില്ലാണ്ട് പറ്റിയാണ്, ബോധമില്ലാണ്ടിരിക്കുന്നു. അല്ല, ഞാൻ ചോദിക്കണേ, ന്യായമായ ചോദ്യമാണെന്ന് നോക്കുക. അവിടെ ഇട്ടപ്പോൾ ഇത്ര നാൾ ഇവിടെ നറ്റമ്പരം പോസ്റ്റ് ഉണ്ടായില്ല. ഇത്രയും കൊല്ലമായിട്ട് ജനിച്ചു വളർന്ന സ്ഥലമാണ്. ആ ഇട്ടപ്പോൾ ഇത്തിരി ഇങ്ങോട്ട് നീക്കിയ 2 കോമ്പൗണ്ട് നടുക്ക് ഇട്ടെങ്കിൽ നാളെ എന്തെങ്കിലും ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. ശരിയല്ലേ? അതപ്പോൾ അമ്മ പറഞ്ഞെന്ന് ഞാനോർത്ത് നിങ്ങൾക്ക് അറിവില്ലാത്തതുകൊണ്ട് പറ്റിയെന്ന് ഓർത്തു. അപ്പോൾ അമ്മ പറയുകയും ചെയ്തു. അതൊന്ന് ചോദിച്ചത് അത് മറ്റേ പരിപാടിയാണ്. ഇത് ഞാൻ വീഡിയോ പുറത്ത് വിടും. കാരണം നാളെ ഒരാൾക്ക് ഉണ്ടാവില്ല. നേരത്തെ എടുത്തതിൽ എനിക്കൊരു അറിവിന് അല്ലെങ്കിൽ നാളെ ആവശ്യം വന്ന ഇത് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും വീഡിയോ ഇങ്ങനെ തന്നെ വെച്ചിട്ട് പുറത്ത് വിടും. കാരണം സാറിന് നടക്കുന്നത് വെച്ചാൽ ഒരാൾ പറഞ്ഞിട്ടും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ, കാരണം ഒരാളെ ബുദ്ധിമുട്ടിക്കല്ലേ ഉണ്ട്. അതിൻ്റെ നടുക്ക് ഇട്ടെങ്കിൽ അവിടെ നമ്മൾ എന്തെങ്കിലും ബിൽഡിംഗ് പണിയുമ്പോൾ ഓർത്ത് നോക്കിയേ, നിങ്ങളുടെ സ്ഥലമാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കും, അത്രേ ചോദിക്കണുള്ളൂ. കുഴപ്പമൊന്നുമില്ല, ഇട്ടോ. ഇതേപോലെ ഇരിക്കും ഇനി ഞങ്ങളുടെ പെരുമാറ്റങ്ങൾ തിരിച്ച് KCBക്കാരോട് പറഞ്ഞിട്ട് ചേട്ടൻ ചെയ്യാൻ ഞാൻ ഭയങ്കര മോശം. ഞാൻ നേരത്തെ ഓർത്ത് നിങ്ങൾക്ക് അറിവില്ലാണ്ടോട്ട് പറ്റി ഞാൻ പറഞ്ഞപ്പോഴാണ് കത്തിയതെന്ന് ഓർത്ത്. ചേട്ടനോടത് പറഞ്ഞെങ്കിൽ ചേട്ടനത് അപ്പോഴേ എന്തോ ഒരു സംഭവം ഉണ്ട്. നടുക്കിട്ട അല്ല നടുക്കിട്ട് കഴിഞ്ഞാൽ അപ്പൊ ഇവർക്ക് ചിന്തിക്കായിരുന്നു. അത്രയും പറയുമ്പോ നിങ്ങളുടെ സ്ഥിരം വർക്കല്ലേ ഇത്? ഗേറ്റ് ഒക്കെ ഉണ്ട്. ചേട്ടൻ അവിടെ എത്ര കോമ്പൗണ്ട് ഉണ്ടെന്ന് ചേട്ടൻ നോക്കിയിട്ട് ഞാൻ ഗേറ്റിന്റെ അവിടെ ചെന്ന് ആദ്യം നോക്കിയത്. അപ്പൊ അമ്മ ഗേറ്റാണല്ലോ അവിടെ. ഓക്കെ, അപ്പൊ അമ്മ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ആ ബിൽഡിംഗ് അവിടെ എന്തെങ്കിലും നാളെ ചെയ്യുമ്പോൾ ശല്യം പോകുന്നു. അപ്പൊ ചേട്ടന് സ്വാഭാവികമായിട്ട് നിൽക്കാൻ പാടില്ല. ഞാൻ വന്നിട്ട് ആദ്യം പറഞ്ഞ എന്താണ്, അന്ന് അടുക്കിടായിരുന്നു നിങ്ങൾക്ക്. അപ്പോഴും ഞാനോടത്ത് നിങ്ങളുടെ അറിവില്ലായ്മ പോട്ടെ. പക്ഷെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കത്തിയില്ലെന്ന് പറഞ്ഞാൽ ഇത് കത്താഞ്ഞല്ലേ, ഇത് വേറൊരു അസുഖമാണ്. ഇത് അങ്ങനെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് ഇച്ചിരി ബോധം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്രേ പൊട്ടന്മാരായിരിക്കണേ KCBയിൽ വർക്ക് ചെയ്യണത്. ഞാനിത് പുറത്ത് വിടോട്ടെ, വേറെ ഒന്നും വിചാരിക്കുക. ഞാൻ പറഞ്ഞുകൊണ്ടേ ചെയ്യണ വീഡിയോ. സാറേ, ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നും ഇല്ലല്ലോ. പുള്ളിനോട് പറഞ്ഞിട്ട് പുള്ളിക്ക് അത് മനസ്സിലായില്ലെങ്കിൽ അത് മോശമാണ്. ഇപ്പം അല്ല, സാർ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ചോദിച്ചതിൽ ന്യായമല്ലേ? ഇത്രയും നാളായിട്ട് അത്രയും നീളത്തിലൊരു പോസ്റ്റില്ലാണ്ട് നടന്നൊരു സാധനം ഇടുമ്പോൾ ആ 2 കോമ്പൗണ്ട് നടുക്ക് വെച്ചെങ്കിൽ ഒരു മര്യാദ ഉണ്ടായിരുന്നു. അല്ല, ഞാനോടത്തെ പുള്ളിക്ക് അറിവില്ലാണ്ട്. പക്ഷേ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ പറയണം അത് സൂചിപ്പിച്ചാണെന്ന്. അപ്പോൾ അത് എന്ത് വിവരമില്ലാതെ ഇവരുടെ സ്ഥിരം ജോലിയല്ലേ ഇത്, ആദ്യമായിട്ട് ചെയ്യണമല്ലോ. ഇത് ഞാൻ ഇങ്ങനെ തന്നെ വീഡിയോ പുറത്ത് വിടട്ടെ. കാരണം നാളെ ഒരാളുടെ വീട്ടിലുണ്ടാവാതിരിക്കട്ടെ. ചിലപ്പോൾ നാളെ ലൈനൊക്കെ അടി കൂടി ആവുമായിരിക്കും. അത് അപ്പോഴത്തെ കാര്യം. നമുക്കിപ്പോൾ ആ പ്ലോട്ടിൽ എന്തെങ്കിലും ചെയ്യും. നിങ്ങളുടെ പ്ലോട്ടിലാണെങ്കിൽ, സാറിൻ്റെ പ്ലോട്ടിലാണെങ്കിൽ എന്ത് സംഭവിക്കും? സാറ് സമ്മതിക്കില്ലേ? അത് ഭയങ്കര മോശമായിപ്പോയി. കാരണം നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അത് ഭയങ്കര ഒരാളുടെ അടുത്തും ചെയ്യരുത്. ഇത് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എനിക്കിതായി. ഞാനില്ല, രാവിലെ ഇപ്പോൾ വന്നപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് അതാണ്, നടുക്കിടായിരുന്നല്ല.
ഇതിന് ചെയ്യാൻ പറ്റുമോ ചെയ്തോ, അത് നിങ്ങളുടെ ഇഷ്ടം, ഞാനത് നിർബന്ധിക്കില്ല. പക്ഷേ ഈ വീഡിയോ ഞാൻ പുറത്ത് വിടും, കാരണം നാളെ ഒരാൾ ഇങ്ങനെ അനുഭവിക്കണ്ട. ഒന്നും വിചാരിക്കല്ലേ ടൈമിൽ, കാരണം ഇത് നിങ്ങളായിട്ട് ചെയ്യിച്ചാണെന്ന് ഞാൻ പറയുള്ളൂ. നമ്മൾ അല്ലാണ്ട് ചെയ്യാറില്ല. പണിക്കാരെല്ലാം കാണിച്ചാൽ ഇതൊക്കെ കോൺട്രാക്ട് പണിക്കാരാണ് കേട്ടോ, അത് നോക്കണ്ട. എന്നാലും അല്ലേ, അല്ല പറഞ്ഞെന്ന് പറയുമ്പോൾ എന്നിട്ട് മോശമല്ലേ അത്. ഞാനേ ഇപ്പോൾ പണി കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ ചെമ്പൂക്ക് ബൈ റോഡിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അവിടെ നിന്ന് ഇവിടം വരെ പിന്നെ പോസ്റ്ററിൽ ഇതാണ്. ഇതിപ്പോൾ അത് കണ്ടു, ഇതിൻ്റെ അടുക്കൊരു സാധനം ഉണ്ടാവില്ല. വർഷങ്ങളായിട്ട് ഈ ലൈൻ ഇങ്ങനെ തൂങ്ങി കിടക്കണേ. ഞാനപ്പോൾ എനിക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ അവിടെ വന്നിട്ട് ഞാൻ പൈപ്പ് ഇടാനൊക്കെ ചോദിച്ചിട്ട് ഒരു പൈപ്പിൻ്റെ പരിപാടിയൊന്നും ഇല്ലെന്നും പറഞ്ഞ് ഒന്നും ഇടിക്കാറില്ല. അത് വേറെ സൈഡ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ പോസ്റ്റ് മാറ്റി. പോസ്റ്റ് മാറ്റിയപ്പോൾ ഞാൻ വന്നപ്പോൾ ഞാൻ ഇവിടെ ഇട്ടപ്പോൾ ഞാൻ ഇത് ഈ പോസ്റ്റ് ഇവിടെ ഇട്ട കറക്റ്റായിരുന്നു. നോക്കി 2 പ്ലോട്ടിൻ്റെ ഒരു ശല്യം ഉണ്ടാവില്ല. നമ്മൾ നാളെ എന്തെങ്കിലും ഇവിടെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ഞാൻ അവിടുത്തെ ഇവരുടെ അറിയില്ലായ്മ കൊണ്ട് പറ്റി പോട്ടെ എന്നും പറഞ്ഞ് ഇതിന് മുന്നേ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിൽ കയറിയാണ്. പക്ഷേ ചെന്നപ്പോൾ പറയണം, അമ്മ പറഞ്ഞാണ് ഇതിൻ്റെ നടുക്ക് ഇട്ട് വെച്ചാൽ നാളെ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ചിന്തിക്കായിരുന്നു, ഇങ്ങോട്ട് നീക്കിയിടായിരുന്നു ഇത്തിരി. ഇത് വിവരമില്ലായ്മല്ലേ പറ്റുക. ഒന്നില്ലെങ്കിൽ ഒരു പൊട്ടന്മാരാണെന്ന് പറയണം. ഇത്ര നാളും പണിയെടുത്തിട്ട് ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങി. ഇല്ലാത്ത പക്ഷം എന്താ പറയുക, ഇവരെന്തോ നമ്മളിഷ്ടമല്ലാത്തവരെന്തെങ്കിലും ഉണ്ടാവും. നമുക്ക് ശത്രുക്കളുണ്ടല്ല, അതിൻ്റെ ഒരു ഭാഗമാണെന്ന് കരുതാം. എന്തായാലും ഇത് നിങ്ങളുടെ വീടിൻ്റെയൊക്കെ പരിസരത്ത് ഇങ്ങനെ എന്തെങ്കിലും നടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ അയൽവാസികൾ ശരിയാണെങ്കിൽ ഒന്ന് സൂചിപ്പിച്ചാൽ മതിയായിരുന്നു. ഇവിടുത്തെ അയൽവാസികൾ ഉള്ളിലെന്നല്ല, ചിലപ്പോൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളുടെ അവിടെ നിന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞാണ്. സാറേ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, മറന്നു പോകും അല്ലെങ്കിൽ മാറ്റാൻ പ്ലാനൊന്നും ഇല്ലല്ലോ, അങ്ങനെ തന്നെ ഇപ്പോഴല്ലേ? അതല്ലേ ഇപ്പോഴല്ല, എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? കാരണം ഞാൻ നാളെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് അയ്യോ അത് മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ പോയെന്ന് പറയരുതല്ലോ എന്ന് ഓർത്തില്ല. പിന്നീട് ചെയ്യണ്ടെങ്കിൽ ഞാൻ അപ്പോൾ എങ്ങനെ പെൻഡിങ് നോക്കാം വീഡിയോ ഒന്ന്. അപ്പോൾ ഞാനൊരു ഒരാഴ്ച വെയിറ്റ് ചെയ്യാം അല്ലേ? സാറിൻ്റെ നമ്പർ, എൻ്റെ നമ്പർ പിടിച്ചോ സാറ്. ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വെറുതെ, അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കി എന്നുള്ളൊരു ഇത് വരണ്ട. അല്ലെങ്കിൽ നാളെ എന്നോട് പറഞ്ഞാണ് ഇനി ഞാൻ മാറ്റാമെന്നും പറഞ്ഞിട്ടാണ് പോയതെന്ന് പറഞ്ഞാൽ ഞാൻ കളരാണ്. ഒരാഴ്ച ഞാൻ വെയിറ്റ് ചെയ്യാം, നമ്പർ തരാം. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട അവിടുത്തെ എനിക്ക് വേണം അദ്ദേഹമാണ് അവിടെ നോക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ ചാർജ് എന്നാണ് ചന്ദ്രൻ സാർ എന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം എന്നോട് മാന്യമായിട്ട് പുള്ളിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, പുള്ളിക്ക് അറിയില്ലായിരുന്നു കണ്ടില്ലായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ട് ലാസ്റ്റ് അദ്ദേഹം പറയുകയും ചെയ്തു ഞാൻ അവിടെ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാം. ഒന്നും ചെയ്തില്ല, വെറുതെ നമ്മൾ ആ സമയത്ത് സൂചിപ്പിച്ച് വിടുന്ന കുറച്ച് പരിപാടികളുണ്ട് ചില ആൾക്കാർക്ക്. നമുക്ക് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഇത് വീഡിയോ ഇടാൻ താല്പര്യമുണ്ടായിട്ടുള്ളത് ചെയ്യിക്കണമാണ് നിങ്ങൾ. കാരണം ഞാൻ പലതും ഇതിന് മുന്നേ എനിക്ക് KCBക്കാരുടെ ഏജന്റ് ഓർഡർ എനിക്ക് ചിരി വരും ഇപ്പോൾ ഓർത്താലോ. ഈ ലാസ്റ്റ് ടൈം ഞാൻ ഇതൊന്നും ഒറ്റ ഇതായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ പറഞ്ഞാണ്. ഒരു മാവിൻ്റെ കൊമ്പ് ഇട്ടിട്ട് നല്ല മുഴുത്ത മാങ്ങയാണ്, എനിക്ക് തോന്നുന്നത് തേങ്ങയുടെ ഏതാണ്ട് വലിപ്പമുണ്ട് ആ മാങ്ങക്ക്. ഒരാൾ കവറായിട്ട് കിറ്റ് കൊണ്ടിട്ട് റോഡിൽ വണ്ടി വെച്ചിട്ട് കിറ്റ് എടുക്കണം. അപ്പോൾ ഞാൻ എന്താണെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ വീഡിയോ ഓണാക്കിയിട്ട് വരുന്നത് ഇട്ട് ഞാൻ ഈ മാങ്ങ ഇറങ്ങിക്കൊണ്ടിരിക്കണേ എന്നാൽ അവരാ വെട്ടിയിട്ടാണ് അതിൻ്റെ അകത്ത് മാങ്ങ എടുത്ത് വല്ലവൻ്റെ പറമ്പില്ല ആ മാവിൻ്റെ കൊമ്പുകളെടുത്ത് അപ്പുറത്തെ പറമ്പിലേക്ക് ഇടാൻ പാടില്ല, അത് ചെയ്യൂല. ആ മാങ്ങ എല്ലാം പറക്കിയിട്ട് ആ റോട്ടിൽ തന്നെ കൊമ്പിട്ടിട്ട് പോണേ. ആ വീഡിയോ എൻ്റെ ഉണ്ട്. ഞാൻ എന്നിട്ട് വീഡിയോ എടുക്കാൻ ഒരു ലേഡിയും ഒരു മേഡം, ആ മേഡം എന്നോട് എൻ്റെ മുമ്പ് വെച്ചാൽ അവരുടെ അതിബുദ്ധി നമ്മുടെ അടുത്ത് ആ ചേട്ടന് വേണമെങ്കിൽ 2 മാങ്ങ കൊടുത്തേക്കുന്നു. അയ്യോ എനിക്ക് വേണ്ട വേടാന്ന് പറഞ്ഞു. അല്ല ഇവരുടെയൊക്കെ അതിബുദ്ധിയായി. അല്ല ഞാനത് ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കൈ കിട്ടിയിട്ട് ഇടാത്തത് നമ്മൾ ഒരാളെ ചിലത് നമ്മുടെ കിട്ടിയിട്ട് ദ്രോഹിക്കേണ്ടത്. പക്ഷെ ഇതൊക്കെ ചോദിച്ചു മേടിക്കുന്നത് ഇടണം. അപ്പോൾ അതേ ഇത് നോക്കി ഈ സാറ് ഒരു കംപ്ലയിൻ്റ് അവിടെ കൊടുത്തില്ല, അപ്പോൾ കൊടുക്കാറുണ്ട്. പിന്നെ അതേ ഇവരുടെ സ്ഥിരം പരിപാടിയാണ് ഇത് ഇങ്ങനെ വേസ്റ്റ് ഇട്ടിട്ട് പോകണം. ഒരു സ്ഥലത്ത് 2026 നിങ്ങളുടെ അവിടെ ഒരു പോസ്റ്റ് മാറിയിട്ട് ഇതേപോലെ കമ്പി ഇട്ടിട്ട് പോയി അവരുടെ വീഡിയോ അടക്കം ഞാൻ ഇതിന് മുന്നേ എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പരസ്യം നോക്കിയിട്ടില്ല. KCBക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. പരസ്യം നോക്കിയിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ റീച്ച് ഉണ്ടാക്കാൻ എനിക്ക് ഉപയോഗിക്കാം, പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് വീണ്ടും ചെയ്യിക്കണേ കണ്ട ഈ സാധനങ്ങൾ ഇവന്മാരുടെ വീഡിയോ എടുത്തിട്ട് ആരൊക്കെയാണ് അവിടെ പണിയെടുത്തത് അതൊക്കെ അവന്മാരെ കൊണ്ട് തന്നെ പിറക്കിക്കണം. അല്ലെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾ എടുത്ത് തരണം. ഞാൻ കാര്യമായിട്ട് ഞാൻ പറയില്ല, ഇതിന് മുന്നേ ഞാൻ ചെയ്യാഞ്ഞത് എനിക്ക് തെറ്റായി പോകുന്നതെന്ന് എനിക്കിപ്പോൾ തോന്നണം. അതെൻ്റെ ഒരു നല്ല മനസ്സിലായി. പലതും കിട്ടിയിട്ട് നമുക്ക് റീച്ച് ഉണ്ടാക്കാനാണെങ്കിലും എന്ത് രീതിയിലാണെങ്കിലും നമുക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ചെയ്യാത്തത് അത് നമ്മുടെ മനസ്സിലാകാൻ വേണം. പക്ഷേ ഇത് ഉമ്മാരെ കൊണ്ട് 2026 ഇനി ഇങ്ങനെ, കാരണം നിങ്ങൾ ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ എൻ്റെ പണിയാണെങ്കിലും നിങ്ങളുടെ പണിയാണ്. നിങ്ങൾ ഒരു വണ്ടിയായിട്ട് ഒരു വർക്കിന് പോകാൻ ഇറങ്ങുമ്പോൾ വണ്ടി പഞ്ചറായ സമയം, കാശ്, എന്തൊക്കെ ചിലപ്പോൾ വർക്കിനെ ബാധിക്കും. ഇവർക്ക് ഒരു വിവരം വെച്ചിട്ടില്ലേ നിങ്ങൾ KCBക്കാർക്ക്? ഇത് കേൾക്കുമ്പോൾ KCBക്കാർക്ക് പലർക്കും പൊടിയൊരിക്കും. പക്ഷേ അത് അങ്ങനെ ചെയ്യണവർക്കേ പൊടിയുള്ളൂ. നിങ്ങൾക്കത് ഇത് പിടിക്കണില്ലേ? നിങ്ങൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കേൾക്കില്ല. മനസ്സിലായോ? ഒരു കാര്യം വിട്ടുപോയിട്ടോ, ഓഗസ്റ്റ് 23 സംഭവം ഉണ്ടായിട്ട് ഞാൻ 2-3 ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ തന്നെ കൊണ്ട് പരാതി കൊടുത്തിരുന്നു അവിടെ. ഇങ്ങനെ മാറ്റി തന്നെ അല്ലെങ്കിൽ എന്താണ് അവിടെ ചെയ്തത് എനിക്കൊന്ന് ഇവിടുന്ന് മാറ്റി തന്നെ, അല്ലെങ്കിൽ നമുക്ക് ബാധ്യതയാവും ഭാവിയിൽ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ മാഡത്തിനെ കാണാൻ കിട്ടില്ല. ഞാൻ ഈ ഓണ സെലിബ്രേഷൻ അന്ന് ഞാൻ അങ്ങോട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെല്ലണതാണ്. എനിക്ക് തോന്നുന്നു ഒക്ടോബർ 28 വരെ ഞാൻ ഇതിൻ്റെ പുറകെ നടന്നു. അപ്പോൾ അതിന് മുന്നേ ഈ ഓഗസ്റ്റ് 23 നടന്ന സംഭവം ഞാൻ സെപ്റ്റംബർ മാസത്തിൻ്റെ ഇടയിലൊക്കെ ആയിട്ട്
പലതവണ ഈ മാഡത്തിനെ കാണാനായിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് കാണാൻ പറ്റിയില്ല. ലാസ്റ്റ് ഇവരുടെ ഒരു ഓണാഘോഷം നടക്കുന്ന ദിവസം ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ചെന്നു. ആ ചെന്നത് എനിക്ക് ഓണ സെലിബ്രേഷൻ ഓഗസ്റ്റ് 30-നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പം അന്ന് ഞാൻ ചെന്നപ്പോൾ മാഡം എന്നെ ഡീൽ ചെയ്തത്, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ വരുമ്പോൾ ഡീൽ ചെയ്തത്. ഇവർക്ക് ഓണ സെലിബ്രേഷൻ ഓക്കെ, അന്ന് ഹോളിഡേ അല്ലല്ല, വർക്കിംഗ് ഡേയിലാണ് നിങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. ഒരു കസ്റ്റമർ അവിടെ വന്നാൽ ഞാൻ അത് വിളിച്ചു ചോദിച്ചിട്ട് ഞാൻ കലൂരി ഇരിക്കുന്ന ആൾ അവിടെ മാഡം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കാണാൻ വന്നതാണ്. ആ വിഷയമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. മാഡം കണ്ടല്ലോ അല്ലേ മാഡം? ആ ഓണ സെലിബ്രേഷനിടയിൽ സൂചി ഓർത്തുകൊണ്ടിരിക്കണേ. അപ്പോഴും എൻ്റെ മുഖത്തേക്ക് നോക്കണമെങ്കിൽ ഞാൻ വന്നെന്ന് മനസ്സിലായി, ഒരു കസ്റ്റമർ മുന്നിൽ വന്നെന്ന് മനസ്സിലായിട്ട് വെയിറ്റ് എന്ന് പറയുന്നുണ്ട്. ഇനിയുള്ളതും കൂടി കണ്ടോ? അവർ പോസ്റ്റ് ഇട്ടത് അല്ല ഞാൻ കൊടുത്തതാണ്. അപ്പൊ അതിന്റെ റെസീപ്റ്റ് എന്തെങ്കിലും അല്ല ആള് വന്ന് നോക്കിയായിരുന്നു. സാറേ വന്ന് നോക്കി മാഡത്തിനടുത്ത് പറയാന്നാ പറഞ്ഞത്. അപ്പൊ എന്താണ് തീരുമാനിച്ചത്? അല്ല ഇത് ഞാൻ കൊടുത്താണ്. ഇത് ഞാൻ എനിക്ക് അല്ല എനിക്ക് റെസീപ്റ്റ് എന്തെങ്കിലും അല്ല റെസീപ്റ്റ് ഇത് കൊടുത്താണ്. കംപ്ലൈന്റ് കൊടുത്തപ്പോ അവര് വന്ന് നോക്കിയില്ലേ? അപ്പൊ നോക്കി നിങ്ങളെ വിളിച്ചില്ലേ? ഇനി വിളിച്ച് കാര്യം പറഞ്ഞോളാം കേട്ടോ. റെസിപ്റ്റിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എപ്പോഴേ കൊടുത്തു. ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ആരോഗ്യം പറഞ്ഞിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്തത്. എക്സ്ക്യൂസ് മീ, ഒരു കാര്യം ചോദിച്ചോ? അല്ല നാളെ എനിക്കൊരു ആവശ്യം വന്നാൽ കംപ്ലൈന്റ് കൊടുക്കുന്നുള്ളതിന് എന്തെങ്കിലും ഒരു ഇതാണ്. ഞാൻ ചോദിക്കട്ടെ, അവര് നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടാണ് അവര് വന്ന് നോക്കിയല്ലേ? ഞാൻ ഇത് കൊടുത്താൽ സെയിം കൊടുത്താൽ നിങ്ങൾ വന്നോളൂ. അല്ലെങ്കിൽ നിങ്ങൾ തിങ്കളാഴ്ച ഞാൻ എന്നെ വിളിച്ചു ചോദിച്ചിട്ടാണ് പോകുന്നത്. അതെങ്കിൽ അല്ല വിളിച്ചപ്പോ പറയാറുണ്ടല്ലോ ഇന്ന് വരണ്ട. ഞാനിപ്പോ അവിടെ നിന്ന് തന്നെ പാലക്കാട്. അതല്ല ഞാൻ വിളിച്ചു ചോദിച്ചു എന്താ മേഡം അതിന് തീരുമാനം എടുത്തത് പറഞ്ഞ മാഡത്തിനോട് ഇന്നലെ പറയാൻ പറഞ്ഞു. അതുപോലെ ഞാൻ കൊടുത്ത പരാതിയുടെ മേലിൽ ആ സാറ് വന്നിട്ട് അനിൽ സാർ എന്ന് പറഞ്ഞ സാറ് വന്നത് ചെക്ക് ചെയ്യണ്ടായി. ചെക്ക് ചെയ്തിട്ട് അവിടെ റിപ്പോർട്ട് കൊടുക്കണം. അദ്ദേഹം കൊടുത്തിട്ടില്ല. അപ്പോൾ അത് മാത്രമല്ല വിഷയം. അവിടെ കൊടുത്താലേ എനിക്ക് റിപ്ലൈ കിട്ടുള്ളൂ. അവിടെ കൊടുത്തിട്ടില്ല. അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമാകും. അതുപോലെ തന്നെ നമ്മളൊരു ഗവൺമെൻറ് ഓഫീസിൽ എവിടെ ആയിക്കോട്ടെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസീപ്റ്റ് നമ്പറിൽ സൈൻ ചെയ്ത് നമുക്കൊരു സീലും വെച്ച് തന്നാൽ മതി. ഇല്ലെങ്കിൽ ഒരു റെസിപ്റ്റ് തരണ്ടേ? അത് ചോദിക്കണതാണ്. ഞാൻ കിടന്ന് കെഞ്ചനാണ് കാണണം എന്ന് ഓർത്ത് നോക്കി. ഒരു മനുഷ്യൻ്റെ ഇപ്പം ഞാൻ ഇത്രയും ചോദിച്ചുകൊണ്ട് എനിക്ക് അവസാനം അങ്ങനെയെങ്കിലും കിട്ടി. അദ്ദേഹം ഒഴിഞ്ഞു മാറാണ്. കണ്ടോട്ടാ ഒരു എന്താ പറയുക, ഇവർക്കൊക്കെ ഈ ഇതിലിരിക്കാൻ യോഗ്യരാണോ? കാരണം ഒരാൾ വന്ന് ഇതിൻ്റെ പുറകെ നടക്കണേണ്. ഞാൻ പറയില്ലേ, ഈ പറഞ്ഞ ആഴ്ചകളിലൊന്നും കിട്ടിയില്ല. ഒക്ടോബർ 28 എന്തോ അല്ലെങ്കിൽ 29 എനിക്ക് കിട്ടണം. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ കണ്ടോ അന്ന് കിട്ടാൻ കാരണം? അത് ഞാൻ കാണിച്ചുതരാം. ഹലോ അത് ഇൻസർഷൻ ചെയ്തിരുന്ന പുള്ളി പൊസിഷൻ മാറ്റണമെന്ന് പറഞ്ഞു. പൊസിഷൻ മാറ്റി ഇൻസർഷൻ ചെയ്യുന്ന ഗുണം കിട്ടില്ല. പുള്ളി പറഞ്ഞ ബോർഡറിലേക്ക് ഉള്ള മാറ്റണമെന്ന് പറയണം. ഇപ്പൊ നിലവിൽ തടസ്സമില്ല. നാളെ ഞാൻ കയറ്റി വയ്ക്കും. അപ്പൊ തടസ്സമാവുമെന്നാണ് പുള്ളി പറയുന്നത്. എന്താ കുഴപ്പമെന്ന് അറിയാമോ? ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എന്തിനാ ഇടണെന്ന് പറഞ്ഞാൽ അവസരമില്ലേ? ആപ്ലിക്കേഷൻ കൊടുത്തായിരുന്നല്ലോ അല്ലേ? ആപ്ലിക്കേഷൻ കൊടുത്തായിരുന്നു. ഞാൻ കൊടുത്തായിരുന്നു. ഈ സെയിം കോപ്പി തന്നെ കൊടുത്തായിരുന്നു. എങ്ങനെയുണ്ട് മേഡം ചോദിച്ചത്? ആപ്ലിക്കേഷൻ കൊടുത്തല്ലോ അല്ലേന്ന്. എങ്ങനെയുണ്ട്? കുറച്ച് മുന്നേ വീഡിയോയിൽ പുള്ളിക്കാരെന്ന് പറഞ്ഞത് നിങ്ങളത് കൊടുത്തോണ്ടല്ലേ അവിടെ വന്ന് ചെക്ക് ചെയ്ത്. പിന്നെ റെസിപ്റ്റിന്റെ കാര്യമൊക്കെ എന്തിനാണെന്ന് നാളെ ഇതേപോലെ തന്നെ മാറ്റി പറയും. ഇപ്പം എങ്ങനെയുണ്ട്? ആപ്ലിക്കേഷൻ കൊടുത്ത് അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പുള്ളിക്കാരൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തില്ലല്ലോ. എങ്ങനെയുണ്ട്?
അപ്പോൾ ഇവർക്ക് എപ്പോഴെങ്കിലും ഇത് മാറ്റി പറയാം. അപ്പോൾ നമ്മളൊക്കെ എന്താണ് തിന്നണത് അല്ല പറഞ്ഞാണ്ടല്ല ഈ പബ്ലിക്കായിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ വല്ലതും പറഞ്ഞു വേണേ. ഇവർ പറഞ്ഞതാണ് തൊട്ട് മുമ്പേ കേൾപ്പിച്ചത്. എങ്ങനെയുണ്ട്? ഇതാണ് അവരൊക്കെ മനസ്സിലാക്കുക കേട്ടോ എല്ലാവരും. അല്ല ആൾ ഇന്നലെ പറയുന്നുണ്ടൊന്നും പറഞ്ഞില്ല, വേറെ എന്തെങ്കിലുമൊക്കെ എമർജൻസി വരുമ്പോൾ വിട്ടു അത് പറഞ്ഞിട്ടുണ്ടായില്ല. പിന്നെ ഇതിന്റെ നടപടിക്രമങ്ങൾ എന്താ എടുക്കണമെന്ന് ഞാനങ്ങനെ അറിയില്ലാണ്. ആണെങ്കിലേ അറിയിക്കും. എത്ര ആൾക്കുള്ള അറിയിക്കും? നമ്മൾക്ക് അങ്ങനെ ദിവസം നമ്മുടെ ഓഫീസിൽ എന്ന് വെച്ചാൽ ദിവസം പറഞ്ഞ് പറയാവുന്നതല്ലേ. എന്തായാലും 2 ആഴ്ചക്കകം നിങ്ങൾക്ക് അല്ല ഞാൻ ചോദിച്ചോളൂ, 2 ആഴ്ച അല്ലേ? താങ്ക് യു. ഇത് കണ്ട ഞാൻ എത്രയോ തവണ ചോദിച്ചു, എനിക്ക് ഒരു കംപ്ലൈന്റ് കൊടുത്ത് അതിൻ്റെ ഒരു റിപ്ലൈ അല്ലെങ്കിൽ ഒരു റെസിപ്റ്റ് തരണ്ടേ. ഞാൻ കംപ്ലൈന്റ് കൊടുത്തു അല്ലെങ്കിൽ എന്താ തെളിവ്? അത് ചോദിച്ചിട്ട് പരമാവധി എന്നെ ഒഴിവാക്കി വിടാനോ ചോദിച്ചില്ല. ലാസ്റ്റ് എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ആ സൈൻ ഇടണം. അതിൻ്റെ ഇടയിൽ ആ സാറ് വന്നിട്ട് പറഞ്ഞു കേട്ടാ അദ്ദേഹത്തിന് താല്പര്യമില്ല, എനിക്കൊന്നും മിണ്ടാൻ പാടില്ല, അവർ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ട് പോയിക്കൊള്ളാം. ഈ പറഞ്ഞ സാറ്, അദ്ദേഹത്തിൻ്റെ പേര് അനിൽ എന്നാണ്, ഈ പറഞ്ഞ സാറ് തന്നെ പിന്നീട് മാറ്റി പറയണം കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ ലാസ്റ്റിൽ. അതിപ്പോൾ പറയണത് നിങ്ങളുടെ കോമ്പൗണ്ടിലല്ലോ വല്ല പുറത്തല്ല ഇട്ടേക്കണമെന്നുള്ള രീതിയിലാണ്. ഇത് ഇവർ ഒരു ഇതായി നമ്മൾ ഇത് നമ്മുടെ പടത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നാളെ അത് മാറ്റണമെങ്കിൽ എൻ്റെ കയ്യിൽ 15,000 രൂപ എത്രയാണെന്ന് വെച്ചാൽ ആണ് കൊടുക്കേണ്ടി വരും. മനസ്സിലായി? അപ്പോൾ ഈ പറയുന്ന സാറ് തന്നെ മാറ്റി പറയണത് ഞാൻ കാണിച്ചു തരാം. കയറാമോ അവിടെ? എത്ര നേരം എടുക്കുമ്പോൾ വെയിറ്റ് ചെയ്യാം? അല്ല വെയിറ്റ് ചെയ്താൽ 30 മിനിറ്റ്സ് മതിയോ? അല്ല ഇന്നലെ വന്നിരുന്നു മാഡം, കഴിഞ്ഞ ആഴ്ച വിളിക്കാൻ നമുക്ക്. ആരെയാ കണ്ട അപ്പുറത്ത്? ഇതിൻ്റെ പരാതി കൊടുത്തിട്ട് മുന്നിൽ എന്നാ പോസ്റ്റ് ഇട്ടില്ല. ലാസ്റ്റ് ചോദിച്ചപ്പോൾ സാറും ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞത്. അല്ല ഞാൻ കഴിഞ്ഞ ആഴ്ചയും വന്നു. അപ്പോൾ എന്നെ അന്ന് തന്നെ വിളിക്കാൻ തൊട്ടാൽ പിന്നെയും വിളിച്ചില്ല. ഇന്നലെ ഞാൻ വന്നു. ഒരാൾ ഓടി നടക്കണല്ലേ ഇല്ല പറയാം. അതെ അതെ മറുപടി പറയാൻ അത് അന്ന് ഈ ഒരു എഴുതി തന്നില്ലായിരുന്നു ജ്യോതി, അത് ഒരു മറുപടി കൊടുക്കാനായിട്ടുള്ള സാറ് പറഞ്ഞിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞു. ഇവിടെ പറയാൻ മേഡം എഴുതി കൊടുക്കാനുള്ളൂ. ഞാൻ ഇന്നലെ വന്ന് നമ്മുടെ സമയം പോലെ എഴുതി തരാൻ മറുപടി തരാം. ഞാൻ വെയിറ്റ് ചെയ്യാം. ഇപ്പം വെയിറ്റ് ചെയ്യണ്ട, ചേട്ടൻ നാളെ പോരെ. അല്ല കഴിഞ്ഞ ആഴ്ച എന്നോട് അന്ന് തന്നെ വിളിക്കാന്ന് പറഞ്ഞു മാഡം. ഇത് അടിച്ച് റെഡിയാക്കി എടുക്കണ്ടേ? അപ്പോൾ ഞാൻ ചോദിക്കണേ, അല്ലെങ്കിൽ എന്നെ വിളിക്കോ? എന്താണ് എപ്പോൾ വിളിക്കും? ഞാൻ വിളിക്കാം, എന്നെ വിളിക്കാം. എൻ്റെ നമ്പറിലേ സേവ് ചെയ്തിട്ടുണ്ടാകാൻ വഴിയില്ല. പറഞ്ഞാൽ മതി. രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഓഗസ്റ്റ് 30 ആ ഓണ സെലിബ്രേഷൻ എന്നാണ് എന്നോട് പറഞ്ഞത്. 2 ആഴ്ചക്കുള്ളിൽ മാക്സിമം പറഞ്ഞേക്കണം. 2 ആഴ്ച എനിക്ക് എത്ര ദിവസം വേണമെന്ന് വെച്ചിട്ട് 2 ആഴ്ച ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഓഗസ്റ്റ് 30 ഒക്ടോബർ 28 വിഷ്വലാണ് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടത്. മനസ്സിലായി? ഇതിൻ്റെ ഇടയിൽ ഞാൻ എത്ര തവണ അവിടെ കയറി ഇറങ്ങിയെന്നറിയോ? എന്നിട്ടാ ഇപ്പോൾ ആ സാറാണെങ്കിലും പറയണത് ഞാൻ അവിടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മേഡം തരാത്താണ്. ആ രീതിയിലാണ് നിങ്ങൾ വീഡിയോ ഉണ്ടല്ലേ. പിന്നെ അത് പ്രിന്റ് ചെയ്തെടുക്കേണ്ടതാണ്. പിന്നെ പ്രിന്റ് ചെയ്തെടുക്കാണ്ട് എങ്ങനെയാണ്? ചില ബാങ്കിൽ ചെല്ലുമ്പോൾ പറയില്ല, ഇല്ല സാറേ അത് ഫോം എല്ലാം ഫില്ല് ചെയ്ത് സൈൻ ചെയ്താലേ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണല്ലോ ഞാൻ വന്നേക്കണത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും മറ്റെന്തെങ്കിലും തിരക്കാണെങ്കിലും നേരെ ആ കസ്റ്റമറോട് ചോദിക്കുക, സാറിന് അല്ലെങ്കിൽ ചേട്ടാ അല്ലെങ്കിൽ നാളെ വരാം, ഇന്നിത്തിരി തിരക്കാണെന്ന് പറയുന്നല്ലാതെ ഇവർ ഒഴിവാക്കി വിടുന്നത് എന്തിനാണ്? എത്രയോ തവണ കയറി ഇറങ്ങിയെന്നറിയോ? ബാക്കിയും കൂടി കണ്ടോ? അല്ല സംശയം കൊണ്ട് വയ്ക്കണേ. സാറും മേഡം ലാസ്റ്റ് പറഞ്ഞ സാറൊന്നും പറഞ്ഞിട്ടില്ലെന്നോ? ഞാൻ പറഞ്ഞ സാറൊന്ന് ചെക്ക് ചെയ്താണ്. ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല ഒരു സാധാരണ കണ്ട് ഇങ്ങനെ ഓടിക്കണം എന്തിനാണ് കാര്യം? ഞാൻ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കാര്യം മാറിപ്പോയതാണെന്ന് എനിക്ക് അല്ല ഫസ്റ്റ് ടൈം അല്ല, 2 തവണ പറഞ്ഞു. ഞാൻ ഓണത്തിനും നിങ്ങളുടെ ഓണാഘോഷത്തിനും മുന്നേ തന്നേക്കുന്ന സംഭവം. ക്രിസ്മസ് ആവാറായി. ഞാൻ എപ്പോഴാ നോക്കി അതിന്റെ 2 ദിവസം. അല്ല ക്രിസ്മസ് ആവാറായി. നമ്മളിത് ഇപ്പോഴും നടക്കണോർത്ത് നോക്കി സാറോടല്ല പറഞ്ഞു ഒരാളെ ഇങ്ങനെ. ഞാനല്ല, ഞാൻ വന്ന് നോക്കി ക്ലിയർ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാതിരിക്കുന്നില്ല. ഞാൻ ചോദിക്കണത് ചേട്ടനോട് ചോദിച്ചാലും ചേട്ടൻ പറഞ്ഞ കാര്യം ശരിയായിരിക്കാം. 40 കൊല്ലം അത് ചെയ്തില്ല. അതൊന്നും നമ്മളെ സംബന്ധിച്ചുള്ള നാളെ ഇനിയിപ്പോ ബിൽഡിംഗ് പണിയുമ്പോൾ അത് മാറ്റിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെലവ്? ലേബർ അടിച്ച് മാറ്റാൻ പറ്റും. അതാണ് ഞാൻ ചെയ്യാം. ഇതിനാണോ നിങ്ങളത് ചെയ്യണമെന്ന് ചോദിക്കുന്നത്? പക്ഷെ ഞങ്ങൾക്ക് പാടാത്തതുകൊണ്ട് നിങ്ങളുടെ പറമ്പിലൊന്നും പോസ്റ്റ് നിങ്ങൾക്ക് ഒരു പോസ്റ്റ് എടുക്കണം. അതാണ് എപ്പോഴും പറയുന്നത്. നിങ്ങളുടെ പറമ്പിലല്ല, ഞങ്ങൾ റോട്ടിലിട്ടാണ്. അത് നിങ്ങൾക്ക് പറയാം. ഞാൻ പറയാം. നിങ്ങൾ ഞാൻ ചോദിച്ചത് കണ്ടിരുന്നട്ടാ, കണ്ടിരുന്നു ഇവിടെ ഒരുപാട് വർത്താനത്തിനാണ്. എന്ത് കേസാണ്?
അന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് നിങ്ങളുടെ വീട്ടിലെ പറമ്പിലാണോ? നിങ്ങളുടെ പ്രോപ്പർട്ടിയിലാണ്, നിങ്ങളുടെ പ്രോപ്പർട്ടിയിലല്ല. അത് ഞാനൊരു കാര്യം പറ്റേ, ലൈൻ പോണതിന്റെ അടിയിലുള്ള റൈറ്റ് ഓഫ് വേ KSEBിയുടെ തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, ഞാൻ പറയട്ടെ, താങ്കളൊന്ന് കേൾക്കും മനസ്സുമാനായിട്ട്. അതിന്റെ അടിയിൽ നിങ്ങൾക്ക് ആ വീടിന്റെ ഫ്രണ്ടിലല്ല ഒരിക്കലും, സൈഡിലാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് നാളെ അവിടെ എന്തെങ്കിലും പണിയാനുണ്ടാവും. ഇല്ലെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ അംഗീകരിച്ചു. അത് ഇട്ടപ്പോ പറഞ്ഞാണ് സാറേ ഇത്തിരി നീക്കിടാൻ അമ്മ പറഞ്ഞു. പക്ഷെ ഇട്ട് കഴിഞ്ഞല്ലോ, ഇട്ട് കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഇടുന്നതിന് മുന്നേ ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതിന്റെ തെളിവ് വേണം. എന്റെ കണ്ട് വീടിയിരിക്കണ്ട. ഞാൻ പറഞ്ഞ അതിന്റെ അല്ല. അന്ന് അവിടെ എന്റെ അമ്മ പോയിട്ട് പറഞ്ഞാൽ ഇവിടെ ഇട്ട് ഞങ്ങൾക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടില്ല, നിങ്ങൾ ഇത്തിരി 2.5 മീറ്റർ ആയിട്ടുള്ള ഗ്യാപ്പ് അവിടെ ഇട്ട് ഒരാൾക്ക് ശല്യമില്ല പറഞ്ഞിട്ടും അവിടെ ഇട്ടതാണ്. നമുക്ക് സമയത്ത് അവിടെ ഇല്ലല്ലോ. എനിക്ക് ഒരു വർക്ക് ഒരു നിങ്ങൾ താങ്കളൊരു പരാതി തന്നു, എനിക്ക് അസൈൻ ചെയ്തു, ഞാൻ വന്ന് നോക്കി. ഞാൻ വന്ന് സമയം നോക്കി എന്തെങ്കിലും ഡിലേ ഉണ്ടായി നിങ്ങൾ തന്നു നമ്മുടെ പ്രോപ്പർട്ടിയിലല്ല, അത് നിങ്ങളുടെ പ്രോപ്പർട്ടിയിലല്ലാതെ ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം താങ്കളുടെ ഒരു കാര്യം പറഞ്ഞാൽ എനിക്കത് മനസ്സിലായത്. ഒരു ഇപ്പം നിങ്ങൾക്ക് ഒരു വീട് പൊളിച്ച് ചിലപ്പോൾ പഴയ വീടാണ്, പൊളിച്ച് പണിയുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് എൻട്രൻസ് വയ്ക്കാൻ എനിക്ക് തടസ്സമായിരിക്കും. ഇല്ലെന്ന് അത് ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മള് ഒരാൾക്കെതിരെ അഗൈൻസ്റ്റ് ആയിട്ടല്ല, ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം. പക്ഷേ അത് ഈ ഒരു കാര്യത്തിൽ നമുക്ക് KSEBിക്കാരെ കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് റോട്ടിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റ് ഇടാനുള്ള അധികാരമുണ്ട്, അതിലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ ഇടണ സമയത്ത് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഉണ്ടായില്ല, അമ്മ പറഞ്ഞു. അത് എനിക്കറിയില്ലായിരുന്നു. അതാണ് ഫസ്റ്റ് ക്ലിപ്പ് ഞാൻ എടുത്തിട്ട് വിട്ട് കളഞ്ഞു. പിന്നീട് വീട്ടിൽ ചെന്നപ്പോഴാണ് അറിയാം. അമ്മ പറഞ്ഞു അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ ബുദ്ധിമുട്ടാവില്ല, ഒരു ഇച്ചിരി നീക്കിട്ട ആ പ്രശ്നം കഴിഞ്ഞു. കാരണം ഒന്ന് ഓർത്ത് നോക്കി, ആ 20 അടിയോ അല്ലെങ്കിൽ 20 മീറ്റർ ഗ്യാപ്പിൽ പോസ്റ്റ് നേരത്തെ ഉണ്ടായില്ല ഒരെണ്ണം. അപ്പുറത്തെ എൻഡിലൊരു പോസ്റ്റ് മാറ്റാൻ വന്ന കൂട്ടത്തിൽ ഇവർ ഇട്ടാണ്. അപ്പം ഇത് ഇടുന്നതിന് മുന്നേ തന്നെ പറഞ്ഞാണ് ഇച്ചിരി നീക്കിയിട്ടാൽ കുഴപ്പമില്ലെന്ന്. അത് ചെയ്യാണ്ട് നമ്മളിട്ട് ഇത്ര ഓടിച്ച് അവിടെയാണ് ഇഷ്ടമല്ല. നമ്മളിപ്പോൾ പറയാൻ വിട്ടുപോയി. ഇപ്പോൾ ആ സാറ് പറയണത് കറക്റ്റാണ്. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ബിൽഡിംഗ് പണിയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുള്ളൂ, ശരിയാണ്, നമുക്കേ അറിയുള്ളൂ, അവർക്കറിയില്ല. പക്ഷേ ഇടുന്നതിന് മുന്നേ സൂചിപ്പിച്ചിട്ട് ചെയ്തത് അത് ഭയങ്കര മോശമായിട്ട്. അതാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഇങ്ങനെയാണ് പണിയെടുത്ത് വീട്ടിലേക്ക് കാശ് കൊണ്ടുപോകണമെന്ന്. കാരണം അത് തെറ്റ് തന്നെയാണ്. അത് സൂചിപ്പിച്ചിട്ട് നിങ്ങൾ ചെയ്തത്. അത് അന്നുണ്ടായിരുന്ന സാറത് അംഗീകരിച്ചിട്ടുണ്ട്. ഈ ഇദ്ദേഹവും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും പുള്ളിക്കും ഒരു കാര്യം മനസ്സിലായി, പുള്ളി മറ്റൊരു രീതിയിൽ അത് അംഗീകരിച്ചിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? പിന്നെ ഇതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കണമായിരുന്നു. നമുക്ക് ഇത് പേപ്പർ തരാണ്ടിരിക്കുന്നത് എന്തിനാണ്? അപ്പം ഞാൻ ചോദിക്കുന്ന ഒരാളെ ബുദ്ധിമുട്ടിക്കണം. ഇതെല്ലാം കഴിഞ്ഞ് പേപ്പർ കിട്ടി, അതിൻ്റെ ഒരു ലാസ്റ്റ് ഒരു സാധനം കൂടി ഞാൻ തരാം. മാഡം ഫ്രീയാണോ? അന്ന് പരാതി അല്ലേ സാർ, മാഡം കഴിഞ്ഞ മാസം വന്നപ്പോൾ വിളിച്ചാന്ന് പറയുന്നത്, വിളിച്ചില്ല. ഇന്നലെ വന്നിരുന്നു മറുപടി തരാം. അത് മാറ്റാൻ പറ്റൂല, മറുപടി തരാം. അല്ല അവിടെ തന്നെന്ന് പറഞ്ഞു. അല്ല മാഡം എന്നെ ഒന്ന് വിളിക്കാന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച വന്നപ്പോ എന്റെ നമ്പറൊക്കെ റിപ്ലൈ തന്നെ, അത് മാറ്റാൻ പറ്റില്ല. നാളെ തന്നെന്ന് പറഞ്ഞു. മാഡം ഒന്നും തന്നിട്ടില്ലെന്ന് പറഞ്ഞു. തന്നെന്ന് പറഞ്ഞു അനിൽ സാറ്. അവിടെ നോക്കി ചെക്ക് ചെയ്തതിന്റെ റിപ്പോർട്ട് മാഡത്തിന് തന്നെന്ന് അനിൽ സാർ പറഞ്ഞു. അതെ, ഞാൻ ലെറ്റർ ആയിട്ട് തരാന്നാ പറഞ്ഞു. എപ്പോഴത്തേക്ക് തരാം. അല്ല മാഡം, ഞാനിപ്പോ ഓണാഘോഷത്തിന് മുന്നേ തന്നതാണ്. ഞാൻ ചോദിച്ചാലല്ല, ഞാനൊരു പരാതി തന്നു. അതിന് കേൾക്കാൻ മുന്നേ എനിക്കൊരു മറുപടി തരിക. നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ വീടിന്റെ പുതിയ വീട് നിങ്ങളുടെ എന്തോ കൺസ്ട്രക്ഷനില്ലേ, നിങ്ങളുടെ വീട്ടിലേക്ക് നിൽക്കുന്ന സാധനം കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ വീടുമായിട്ട് തന്നെ അകലം പാലിക്കാൻ വേണ്ടിയാണ് ആ പോസ്റ്റ് അവിടെ ഇട്ടത്. അത് 2 മീറ്റർ ഗ്യാപ്പ് ഇട്ടെങ്കിൽ ഒരാൾക്ക് ശല്യം ഇല്ലാണ്ട്, അതായത് ഇടുന്നതിന് മുന്നേ പറഞ്ഞതാണ്. അവിടെ നിന്ന് അങ്ങനെയല്ല. എപ്പോഴത്തേക്ക് കിട്ടും മാഡം? മറുപടി തരാന്ന് പറഞ്ഞല്ലോ. അല്ല മാഡം, ഞാൻ ഇപ്പൊ 2 മാസമായി. ആയിക്കോട്ടെ, അതിനെന്താ, ഇതൊരു വലിയ കാര്യമുള്ള കാര്യമല്ലല്ലോ. അല്ല, ഞാൻ എത്ര ആള് വെയിറ്റ് ചെയ്യണം എന്ന് പറയാമോ? എത്ര ദിവസം വെയിറ്റ് ചെയ്യണം? ഞാൻ ഇന്നലെയും വന്നില്ല. ഒരാഴ്ചയൊക്കെ. ഇന്നിപ്പോ ഒക്ടോബർ 20 അല്ലേ? ഒന്ന് 28, അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് പറയാം. 5-ാം തീയതിക്ക് മുന്നേ അല്ലേ? ഓക്കെ മാഡം, താങ്ക് യു. ഇപ്പൊ കണ്ട വീഡിയോ ഉണ്ടാ, വീണ്ടും പട്ടിയെ പോലെ അവരുടെ അടുത്ത് ഞാൻ വീണ്ടും ചെല്ലുകയാണ്. അല്ല, അവരുടെ പെരുമാറ്റ രീതി കണ്ട. അത് തരാം, 2 മാസമായെന്ന് പറഞ്ഞപ്പോഴേ അതൊക്കെ ഉണ്ടാവും. തരാം, വീണ്ടും ഒരാഴ്ച പറഞ്ഞേണ്ട എന്ന്. അന്ന് ഓഗസ്റ്റ് 30 വരെ ഇതിന് പറഞ്ഞാണ് 2 ആഴ്ചയെന്ന്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയണം. ഇപ്പോൾ ഒക്ടോബർ 28 ആയിട്ടോ. 28 വിഷയമാണ് നിങ്ങൾ കണ്ടത്. വീണ്ടും ഒരാഴ്ച പറഞ്ഞെങ്ങനെയാണ്. പക്ഷെ എനിക്ക് പിറ്റേ ദിവസം പേപ്പർ കിട്ടിയിട്ടോ, അത് പറയാം, കാണിച്ചത്. അതല്ല, ഇവരുടെയൊക്കെ ഒരു രീതിയുണ്ട്. ഇവരൊക്കെ ഈ ഒരു ജോലിക്ക് അർഹനാണോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യണ ഒരു ജോലിയിൽ നമ്മുടെ മുന്നിൽ വന്നൊരു കസ്റ്റമർ, അത് പാവപ്പെട്ടവരായിക്കോട്ടെ, ഒരു വലിയൊരാളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവരൊക്കെ ഡീൽ ചെയ്യേണ്ട ഇങ്ങനെയാണ്. ഞാൻ ചോദിക്കുകയാണ്, ഞാനൊരു പണി ചെയ്യണവനാണ്, അല്ലെങ്കിൽ ഉള്ള കാര്യം പറഞ്ഞു വിടുക. ഇത് എന്താണ് ഇത്രയും ദിവസമായിട്ട് ഓടിച്ചിട്ട് അത് നിങ്ങൾ മുഴുവൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഞാൻ ഓടിയേക്കണം. അല്ല, എന്നിട്ട് പറയണ രീതിയാണ് കേട്ടത്. എങ്ങനെയുണ്ട്?
ഹലോ. ഹലോ. ആ ഒരു മിസ് കോൾ എന്നിട്ട് വിളിച്ചാണേ. ഞാൻ സംസാരിച്ചില്ലേ? മറ്റേ അനിൽ എന്ന് പറഞ്ഞ സാറാ? ഓക്കെ പറയാം. ഞാൻ വരാം. ഞാൻ വരാം. ഇന്ന് വന്നാൽ കിട്ടൂല്ലേ ഒരു 4 മണിക്ക് മുന്നേ? ഓക്കെ. അടുത്ത ദിവസം തരാമെന്ന് പറഞ്ഞ പേപ്പർ അന്ന് തന്നെ തരാൻ വേണ്ടി കോൾ ചെയ്താൽ അതായത് എനിക്കൊരു മിസ് കോൾ വേണ്ടി തിരിച്ച് വിളിച്ചപ്പോൾ ആ സാറെ വിളിച്ചു. അപ്പോൾ അന്ന് തന്നെ നിൽക്കണേ. ഞാൻ അവിടെ നിന്ന് പോകുന്ന കുറച്ച് മണിക്കൂറുകളൊക്കെ ആയപ്പോൾ എന്താ കാരണം എന്നറിയുമ്പോൾ ഞാൻ വീഡിയോ എടുത്തത് പുള്ളിക്കാരൻ കണ്ടതിന് എനിക്കെന്താണ് ഞാൻ അത് മാന്യമായിട്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഇല്ലാത്തതൊന്നും ഞാൻ ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞേക്കുന്നത് അതിലുണ്ട്. കൂടുതലായിട്ട് വല്ല വിഷയം തുടങ്ങി ഇത് ഉണ്ടെന്നാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം അതിൽ പറയുകയുണ്ടായി ലാസ്റ്റ് എൻ്റെ പറമ്പിലാണ് ഇതങ്ങനെ സംഭവിക്കുമെന്ന് പുള്ളി അത് അംഗീകരിക്കുകയുണ്ടായി. അതൊരിക്കലും സാറേ തോൽവിയല്ല. സാറത് ആദ്യമേ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സാറിനോട് സംസാരിക്കില്ലായിരുന്നു. ഒരു മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് എല്ലാവരും ഉള്ളിൽ. ഞാനും സാറൊക്കെ മനുഷ്യനാണ്. അതിന് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നിങ്ങളെന്ത് വലിയ ഉദ്യോഗസ്ഥനായിക്കോട്ടെ ഞാനെന്തായിക്കോട്ടെ അതൊക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരാളൊരു കാര്യത്തിന് മാന്യമായിട്ടൊരു കാര്യത്തിന് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അത് ഇപ്പം ഞങ്ങൾ പറയാൻ മറന്നു പോയിട്ട് നിങ്ങൾ ഇട്ടതിന് ശേഷമാണെങ്കിൽ ഇതിനകത്ത് അർത്ഥമില്ല ഇത് സംസാരിക്കണം. കാരണം നിങ്ങൾക്ക് സാറ് പറഞ്ഞില്ല അതിൻ്റെ അടിയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റ് ഇടാറുണ്ട്. ഇത് നമ്മൾ ഇട്ടപ്പോൾ ഒരു 20 മീറ്റർ ഗ്യാപ്പിൽ പോസ്റ്റ് ഇല്ലാത്ത കൊടുത്ത് വേറൊരു പോസ്റ്റ് മാറ്റുന്ന ഗ്യാപ്പിൽ ഇട്ടപ്പോൾ സൂചിപ്പിച്ചിട്ട് നിങ്ങൾ അവിടെ ഇട്ടിട്ട് പോയത് അത് ശരിയായില്ല. അത് നിങ്ങൾ അങ്ങനെയാണ് അല്ലെങ്കിൽ അരി മേടിക്കണമെന്ന് ചിന്തിക്കേണ്ട ഒരു ഐഡിയ ഉണ്ടെന്ന് തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. നടക്കുന്ന കാര്യങ്ങളെ കാണിച്ചത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോസ്റ്റ് ഇടാന്നൊക്കെ നിങ്ങളും പറഞ്ഞിരുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ്, ഇപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വർക്കിന് പോയിക്കണായിരുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു വീടിൻ്റെ സൈഡിൽ ഇതേപോലെ കൊണ്ടുപോയി ഇടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാനുള്ളൊരു കഴിവ് കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ഓഫീസിലിരിക്കുന്ന സാറിനല്ല ഉദ്ദേശിച്ചത്. ഞാൻ അവിടെ മാറ്റാൻ വന്ന ആ സാറും പണിക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. അവർ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാനുള്ളൊരു കഴിവുണ്ട്. ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ ചോദിക്കാം ഒരു വീടിൻ്റെ പറമ്പിലോ അല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ ഇടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വമേധയെ ചിന്തിച്ചാൽ കിട്ടും. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ഓഫീസ് അല്ലെങ്കിൽ ഈ ഒരു ഓഫീസറായിട്ട് വർക്ക് ചെയ്യണം ഇന്ന ഇതിൽ. അപ്പോൾ അത് ഇല്ലാഞ്ഞിട്ടാണ് എനിക്കറിഞ്ഞൂടാ. അത് നിങ്ങൾ തീരുമാനിച്ചു. ഞാൻ അതിലൊന്നും ഞാൻ പറയണില്ല. പിന്നെ ഓഫീസിൽ ചെന്നിട്ടാണെങ്കിൽ എന്നിട്ട് ഓടിച്ചത് കണ്ടല്ല. ഞാനിത് മുഴുവൻ ഇട്ടിട്ടില്ല. എന്തോരം അപ്പോൾ ഒരു ഗതിയില്ല അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ജോലി ചെയ്യണ ഒരാൾ. ഞാനും അങ്ങനത്തെ ഒരു ജോലി ചെയ്തിട്ടുള്ള രാവിലെ ഒരു 9 മണിക്ക് ഒരു കടയിൽ കയറി രാത്രി 10 മണി 11 മണിയൊക്കെ ആ കടക്കകത്ത് ഞായറാഴ്ച അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ എങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഇത് വരും? ലീവ് എടുത്തിട്ട് എങ്ങനെ വരും? ഞാനും എൻ്റെ കുറേ പണി മാറ്റി വെച്ചിട്ടൊക്കെ ഓടിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാണ് അത് വിട്. മറ്റുള്ള ഒരാളൊരു അല്ലെങ്കിൽ ഒരു പ്രായമുള്ള ഒരാളാണെങ്കിൽ എങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വരും? അവിടെ ഇരിക്കണവരോട് ചോദിക്കണം, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങനെ തട്ടിക്കളിച്ചില്ല നല്ലോണം. ഇതെങ്കിലും ഞാൻ ചെയ്യണ്ടേ? ഇച്ചിരി വൈകി പോയി, അതിൽ ക്ഷമിക്കുക. കാരണം ഓണത്തിന് മുന്നേ തന്നിട്ട് ഒക്ടോബർ 29-ാം തീയതിയാണ് എനിക്ക് ആ റെസിപ്റ്റ് കൈ കിട്ടണം. 28-ാം തീയതി എനിക്ക് പോയി കളക്ട് ചെയ്യാൻ പറ്റില്ല വിളിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത്രയും നിങ്ങൾ വൈകിച്ച് ഞാനും കുറച്ച് വൈകിച്ചെന്ന് കരുതിച്ച് പോയി. ഇച്ചിരി ലേറ്റായി പോയി വീഡിയോ ഇടാൻ കേട്ടോ. ഇന്നലെ തന്നെ റെഡിയായല്ലേ? ഇങ്ങോട്ട് വിളിച്ചായിരുന്നു. എവിടെയാ തന്നെ വേണം? ഓക്കെ താങ്ക് യു. ഓക്കെ സാറേ താങ്ക് യു. വീണ്ടും ഒരാഴ്ച പറഞ്ഞ റെസിപ്റ്റ് അന്ന് തന്നെ വിളിച്ച് തരാമെന്ന് പറയുകയുണ്ട കേട്ടോ. അത് കാരണം ഞാൻ പറഞ്ഞല്ല. പിന്നെ മാഡത്തിൻ്റെ ആണെങ്കിൽ സംസാര ശൈലി മാറിയെന്ന് തോന്നുന്നു അല്ലേ? അല്ല എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയും. എന്തായാലും ഇങ്ങനെയൊന്നും ഒരാളെ ബുദ്ധിമുട്ടിക്കരുത്. എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ കാണിച്ചത്. ഇനി ഈ തന്നേക്കണയിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഒരു 300 രൂപ അടച്ചു കഴിഞ്ഞാൽ അത് മാറ്റാനുള്ള കാര്യങ്ങളുണ്ട്. എന്നിട്ട് പോസ്റ്റ് മാറ്റിയിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതും പറഞ്ഞ് പോസ്റ്റ് മാറ്റിയിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവർ പറയണ എമൗണ്ട് ആണ് കൊടുക്കണം. അപ്പോൾ ആ ടൈമിൽ ഇവർ പറയണ മറ്റേ മിഡിൽ നോക്കി ഇട്ടാണെന്നൊക്കെ പറഞ്ഞില്ല. 2 പോസ്റ്റിൻ്റെ 20 മീറ്റർ ഗ്യാപ്പിൻ്റെ ഇടയിൽ നടുക്ക് നോക്കി ഇട്ടാണെന്ന് പറയാം. അപ്പോൾ ആ പോസ്റ്റ് കാശ് കൊടുത്ത് മാറ്റുമ്പോൾ വിഷയമില്ല. എങ്ങനെയുണ്ട് അത്? അതിൻ്റെ മനസ്സിലായോ? അതിനാണ് ഇത് തന്നേക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യാം. നമുക്ക് പോസ്റ്റ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ അത് നോക്കിയിട്ടാണ്. എങ്ങനെയുണ്ട്? നമ്മളിതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് നേരത്തെ ചോദിച്ചത്, ഇങ്ങനെയുള്ള കാശ് ഉണ്ടാക്കിയിട്ടാണോ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇതിനു വേണ്ടിയാണോ നിങ്ങൾ ചെയ്യണം? നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് റീച്ച് ഉണ്ടാക്കാനല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൽ കുറേ സാധനങ്ങൾ പലപ്പോഴും കിട്ടണം. പിന്നെ പലരുടെയും ലൈഫിനെ അല്ലെങ്കിൽ അവരുടെ വർക്കിനെ ബാധിക്കും. നമ്മളെ ചിന്തിക്കണം നടന്ന കാര്യങ്ങളെടുത്ത് ഇതാണെങ്കിലും. പക്ഷേ നമ്മളെ വേണ്ടെന്ന് വെച്ചിട്ടാണ്. പക്ഷെ ചിലതൊക്കെ നമ്മുടെ അടുത്ത് ചെയ്യിക്കണതാണ്. അത് നമ്മൾ ചെയ്യുകയും ചെയ്യും. എനിക്ക് ആ കാര്യത്തിൽ നമുക്ക് ഭയങ്കര പ്രശ്നമുള്ളൊരു മനുഷ്യനാണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട്
ഇനി മുമ്പിൽ വന്നവരോട് ഇച്ചിരിയൊക്കെ മാന്യമായിട്ട് എല്ലാവരും സംസാരിക്കുക, ചെയ്ത് കൊടുക്കുക. നിങ്ങളെ അവിടെ ജോലിക്ക് അല്ലെങ്കിൽ ആ ജോലിക്ക് നിങ്ങൾ അർഹനല്ല, അതാണ് ഞാൻ പറയണത്. പിന്നെ ഇതേപോലെ പരിപാടികൾ ആരും വീടിൻ്റെ വായിക്കണോ അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടിയുടെ സൈഡിൽ കൊണ്ട് ചെയ്യാതിരിക്കുക. ന്യായമായ ഒരു കാര്യം എനിക്ക് വേണമെങ്കിൽ അന്ന് ഉടക്കുണ്ടാക്കിയാൽ ചെയ്യിക്കുക. ഞാൻ പിന്നെ അത് 90% പണി കഴിഞ്ഞിട്ട് ഇരിക്കണോണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ പറയണം അത് ഇടാൻ പറ്റൂലെന്ന് തന്നെ പറയും, അതിന് മാറ്റമൊന്നുമില്ല. ഞാൻ പിന്നെ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ചിലതങ്ങനെ ഒഴിഞ്ഞു മാറണതാണ്. അപ്പോൾ ഇച്ചിരി വൈകിയതിൽ ക്ഷമിക്കുക. ഓക്കെ, നിങ്ങളുടെ അനുഭവങ്ങളും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവരെയൊക്കെ അറിയാമെങ്കിൽ ഒന്ന് ടാഗ് ചെയ്തിട്ടില്ല, അറിയട്ടെ ആൾക്കാർ. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മൾ ആരും ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ കണ്ടോ എല്ലാ കാര്യം. ഓക്കെ.